ഹായ് ഓൾ. നമുക്കറിയാം നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളുമാണ് ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളുമായി നമ്മെ തേടി വരുന്നതെന്ന്. നമുക്കിഷ്ടപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് സബ്ലിമിനൽ ഓഡിയോ എന്നതിനെക്കുറിച്ച്. നിങ്ങളിൽ പലരെങ്കിലും അത് കേട്ടിട്ടുണ്ടാകും. എന്നാൽ പലർക്കും ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുമൊന്നുമില്ല. പോസിറ്റീവ് അഫർമേഷനുകൾ ഉൾച്ചേർത്ത ശബ്ദ സന്ദേശങ്ങളെയാണ് സബ്ലിമിനൽ ഓഡിയോ എന്ന് നാം വിളിക്കുന്നത്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നാം അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു വിഷയത്തെ ആസ്പദമാക്കി പോസിറ്റീവ് അഫർമേഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ മെസ്സേജിനെ പറയുന്ന പേരാണ് സബ്ലിമിനൽ ഓഡിയോ. നമ്മൾ അഫർമേഷൻസ് പറയുന്നതിനേക്കാൾ 10 ഇരട്ടി ഇത് നമ്മളിലേക്ക് എഫക്റ്റ് ചെയ്യുന്നതാണ്. അതായത് സ്പീഡായിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ നടക്കുന്നതാണ്. എന്നാൽ സാധാരണയായി അഫർമേഷൻസിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ അവ്യക്തമായ സന്ദേശങ്ങളാണ് നാം കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം നമ്മുടെ ബോധമനസ്സിന് വേണ്ടിയല്ല, ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സബ്ലിമിനൽ ഓഡിയോ കേൾക്കുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി നാം കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുമില്ല. കണ്ണടച്ച് അത് കേട്ടാൽ മാത്രം മതി. ഇത് നിങ്ങളുടെ ബോധമനസ്സിന് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഇത് ബൈന്യൂറൽ ബീറ്റ്സ് ആയി നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ശബ്ദം എത്തിച്ച് കൃത്യമായി പുനഃസൃഷ്ടിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സബ്ലിമിനൽ ഓഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഫർമേഷൻസ് എത്ര ഫോക്കസ് ചെയ്താലും വളരെ വ്യക്തതയോടുകൂടി കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെ അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നാം ആഗ്രഹിച്ച റിസൾട്ട് നമുക്കുണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കണം ഏതൊരു സബ്ലിമിനൽ ഓഡിയോസും നാം കേൾക്കേണ്ടത്. ഇനി സബ്ലിമിനൽ ഓഡിയോസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. എപ്പോഴും ഹെഡ്സെറ്റ് ഉപയോഗിച്ച് മാത്രം സബ്ലിമിനൽ ഓഡിയോസ് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് ശരിയായ ഫലം ലഭിക്കില്ല. രണ്ടാമത്, ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇവ കേൾക്കുകയോ കാണുകയോ ചെയ്യരുത്. 3, കണ്ണടച്ച് പുഞ്ചിരിയോടെ ഓഡിയോയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേൾക്കുക. കുറഞ്ഞത് ഒരു ദിവസം 2 നേരമെങ്കിലും ഇത് കേൾക്കാൻ ശ്രമിക്കുക. എപ്പോൾ വേണമെങ്കിലും കേൾക്കാമെങ്കിലും അതിരാവിലെയോ ഉറങ്ങുന്നതിന് മുമ്പോ കേൾക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. ഈ ഓഡിയോ കേൾക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിച്ചിട്ട് വേണം ഇത് കേൾക്കാനായിട്ട്. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സബ്ലിമിനൽ ഓഡിയോ കേട്ടാൽ മാത്രമേ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തെക്കുറിച്ചുള്ള വിഷ്വലൈസേഷൻ നടത്തണോ, വളരെ ഫോക്കസ് ചെയ്തിരിക്കണോ എന്നൊക്കെ. അതിലൊരു നിർബന്ധവുമില്ല. നാം ആഗ്രഹിക്കുന്ന കാര്യം വിഷ്വലൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനായി കണ്ണടച്ച് പുഞ്ചിരിയോടെ കേട്ടാൽ മാത്രം മതി. എത്ര ദിവസം കേൾക്കണം എന്ന് പിന്നീടുള്ള ചോദ്യം വരും. കഴിയുമെങ്കിൽ 21 ദിവസം തുടർച്ചയായി നിങ്ങൾ കേൾക്കുക. എന്നാൽ മാത്രമേ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾ കേൾക്കാനായി സബ്ലിമിനൽ ഓഡിയോ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസയോഗ്യമായ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള സബ്ലിമിനൽ വോയിസ് മാത്രം കേൾക്കുകയോ കാണുകയോ ചെയ്യുക. കാരണം പല സബ്ലിമിനൽ ഓഡിയോസിലും ഏതൊക്കെ തരത്തിലുള്ള അഫർമേഷൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പൂർണ്ണമായും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് യൂട്യൂബ് ചാനൽസ് സെലക്ട് ചെയ്ത് വേണം നിങ്ങൾ നല്ല നല്ല അഫർമേഷൻസ് അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ടാകും. അത് നോക്കി വേണം നിങ്ങൾ സബ്ലിമിനൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി. വളരെ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഫർമേഷനേക്കാൾ കൂടുതൽ എഫക്റ്റീവായൊരു മെത്തേഡാണ് സബ്ലിമിനൽ ഓഡിയോ. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.